ഞാൻ ഇവിടെ ഏതാനും മണിക്കൂറുകളിൽ അറിയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് അഭിപ്രായപ്പെട്ടുള്ളത്. BJP അങ്ങനെ കാര്യമായ വോട്ടൊന്നും പിടിക്കാൻ പോകുന്നില്ല. പക്ഷേ ഹരിക്ക് കിട്ടിയ 20,000-ന് മേൽ 30 താഴെ വോട്ട് പിടിച്ചേക്കാം. കൂടുതൽ വോട്ടുകൾ LDFന് ഗുണം ചെയ്യുന്നതാണ് അവരുടെ ഒരു വിലയിരുത്തൽ. കൂടുതൽ പിടിക്കുന്ന ഓരോ വോട്ടും LDFന് ഗുണമാണ് എന്നാണ്. എന്നാൽ തിരിച്ചാ, ഷോൺ കൂടുതൽ പിടിക്കുന്ന ഓരോ വോട്ടും LDFന് നഷ്ടമാണ്. അതെ, തീർച്ചയായിട്ടും. നമ്മുടെ പോളിംഗ് കുറഞ്ഞു. 1,40,000 പോൾ ചെയ്തെടുത്ത് 36 ഉള്ളൂ. പിന്നെ അതിന് പുറമെ സ്വാഭാവികമായി ഷോൺ വന്നതിൻ്റെതായ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. കുറേ വോട്ടുകൾ എൻ്റെയും കുറേ വോട്ടുകൾ എൻ്റെയും. പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിൻ്റെ കുറേ വോട്ടുകൾ വന്നിരുന്നു. കാരണം വികാരപരമായി സീറ്റ് തരാതിരുന്നതിൻ്റെ പേരിൽ വികാരപരമായി കുറേ വോട്ട് ചെയ്ത ആളുകളായിരുന്നു. ആ വോട്ട് ഇപ്പോൾ തിരിച്ചു പോകും. നല്ല കാര്യം, ജയിച്ചു കഴിയുമ്പോൾ ഒന്ന് കാണാമല്ലോ. അല്ല, പോളിംഗ് കുറഞ്ഞിട്ടുണ്ടല്ലോ. 2,800 വോട്ട് നഗരസഭ പരിധിയിൽ ഇല്ലായിരുന്നു, ഭൂരിപക്ഷം ഇല്ലായിരുന്നു UDFന്. 65 വോട്ട് ഞാൻ പറയുന്നില്ല, 58 5,800 ലീഡ്. 54,000 ജോസ് കെ മാണി പിടിച്ചു, ഞാൻ 69,000 പിടിച്ചു. ഷിഫ്റ്റായി പോകുന്നതിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കാൽക്കുലേഷൻ എടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കൃത്യം ലീഡ് പറഞ്ഞാൽ. അതല്ല അതിൻ്റെ അകത്ത് വ്യത്യാസം. ഷോൺ മാക്സിമം ഈ 4-6 പഞ്ചായത്തിൽ അവരുടെ പ്രസൻസ് ഉണ്ടായിരുന്നു നേരത്തെ ജോർജുമായിട്ട് ബന്ധപ്പെട്ട്. അതിനകത്തൊരു 4,000 വോട്ട് പിടിച്ചേക്കാം. പപ്പാതിയായിരിക്കും. എനിക്ക് കഴിഞ്ഞോണം ഒരു അഡ്വാൻറ്റേജ് കിട്ടി. ഞാൻ പറഞ്ഞില്ല, ലെഫ്റ്റിൻ്റെ കുറേ വോട്ട് കിട്ടിയിരുന്നു. ആ കിട്ടിയ വോട്ടുകളും എല്ലാം കൂടെ തള്ളിയാലും ഒരു 8 വോട്ട് അങ്ങനെ പോയും, 4 വോട്ട് ഇങ്ങനെയും പോയി 12 വോട്ട് പോകും. എന്നാലും 69-ന്ന് 12 പോയാൽ 57,000 വോട്ടില്ലേ. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. നമ്മൾ ഈ ഞങ്ങളുടെ ഔദ്യോഗികമായിട്ടുള്ള കണക്കെടുപ്പിൽ ഓരോ പഞ്ചായത്തിൽ നിന്നോട്ടുള്ള റിപ്പോർട്ട് വെച്ചാണെങ്കിൽ 7,900 വോട്ടിന് നമ്മൾ ജയിക്കും. പക്ഷേ അങ്ങനെ ഒരു നമ്പർ പറഞ്ഞിട്ട് അതിൽ താഴേക്ക് പോകണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ 5,800 പേർ മിനിമം. ഒരു സംശയം വേണ്ട, 5,800 വോട്ടിന് മുകളിൽ ജയിച്ചിരിക്കും. അല്ല, ഇതും ഇങ്ങോട്ടും തെറ്റാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞതിന് മേളിലോട്ടേ പോകുള്ളൂ, താഴോട്ട് പോയില്ല. ഉണ്ടായിരുന്നു, അത് കിട്ടും. അല്ല, കഴിഞ്ഞോണ്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ രാമൂർ 700 വോട്ട് ലീഡ് ഉണ്ടായിരുന്നുള്ളൂ. കടനാട് 2,500 ഉണ്ടായിരുന്നു. കടനാട്ടിൽ കുറച്ച് വോട്ടുകൾ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 1,700 വോട്ട് വരെ ലീഡ് കിട്ടാം. പിന്നെ മേലുകാവ് 1,800 വോട്ടുണ്ടായിരുന്നു, ലീഡുണ്ടായിരുന്നു. അന്നേരം ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു. അവിടെ വഴി വളരെ ദയനീയമായി കിടന്നത് നമ്മൾ ശരിയാക്കി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ജനം വോട്ട് ചെയ്തായിരുന്നു. പിന്നെ ഇപ്പം ആ വഴി ചെയ്തതുപോലും അവരത് പറഞ്ഞോട്ട് ക്ലെയിം ചെയ്ത് വന്നിട്ട് ഇതിലൊക്കെ തെറ്റിദ്ധരിക്കല്ലേ. അതുകൊണ്ട് അവിടെ ഒരു 1,200 വോട്ടിൻ്റെ ലീഡ്. ആദ്യ റൗണ്ട് അങ്ങനെ ലീഡ് വരികയില്ല, കാരണം അവർക്ക് മേൽക്കോയ്മയുള്ള സ്ഥലമാണ് രാമൂരിലെ ആദ്യത്തെ 14 ബൂത്തുകൾ. രണ്ടാമത്തെ 14 ബൂത്ത് ഉണ്ടുമ്പോൾ നമുക്ക് ലീഡ് വരും. രണ്ടാം റൗണ്ട് വരും. മൂന്നാമത്തെ റൗണ്ട് വരുമ്പോൾ കടനാട് കൂടെ കയറി വരുമ്പോഴാണ് ലീഡ് കൂടി വരുന്നത്. ആ പ്രതീക്ഷയുണ്ടും പറയാം. പ്രചാരണം വെച്ച് നോക്കുകയാണെങ്കിൽ ജോസ് കെ മാണി അല്ല, ഷോൺ ജോർജ് ജയിക്കണം. 2ാം സ്ഥാനത്ത് ജോസ് കെ മാണി വരണം, 3ാം സ്ഥാനത്ത് ഞാൻ വരണം. നമ്മൾ ഗ്രാമങ്ങളിലൂടെയാണ് വികസനം നടത്തിയത്. ആ ഗ്രാമീണ വോട്ടുകൾ നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല. കാരണം ഈ മനസ്സറുള്ളപ്പോഴും ഗ്രാമങ്ങളിൽ വികസനം ഇല്ലായിരുന്നു. പാലങ്ങൾ, റോഡുകൾ, ആശുപത്രികൾ, അങ്ങനെയുള്ള നിരവധി അനവധി അംഗൻവാടികൾ, കുടിവെള്ള പദ്ധതികൾ, അങ്ങനെ നിരവധി അനവധിയായ പൊതുജനവുമായി ബന്ധപ്പെട്ട സാധാരണക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അതിൽ ഞാൻ ഇടപെട്ടിട്ടുള്ളതുകൊണ്ടും കരിങ്ങോഴക്കിൽ വീട്ടിലെ ടിവിയൊക്കെ പുറത്തു വെച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പരിപാടിയും ആരംഭിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞുകൊണ്ട് അങ്ങനെയായിരുന്നല്ലോ. ആദ്യം പറയുന്നത് ശരി. ഇവിടെ ഒന്നുമില്ല. എല്ലാ പ്രാവശ്യവും നമ്മൾ TV കാണും. ഇവിടെ ഇരുന്ന് കണ്ടു കഴിഞ്ഞ് ജയിച്ചെന്നറിയുമ്പോൾ ആ വീട്ടിൽ നിന്നാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ മുമ്പിലത്തെ പ്രാവശ്യം ഇവിടെ തന്നെയായിരുന്നു. ഇല്ല.
ആയിക്കോട്ടെ.